പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല പഠനസമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. പരിശോധനയിൽ വെള്ളത്തിൽ അപകടകരമായ അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ വെള്ളത്തിൽ അപകടകരമായ അളവിൽ അമോണിയയും സൾഫൈഡും ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. പെരിയാറിലെ വെള്ളത്തിൽ ഇത്രയധികം അളവിൽ രാസവസ്തുക്കൾ എങ്ങനെ എത്തിയെന്നും എവിടെ നിന്ന് എത്തിയെന്നും അറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജലത്തിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കുഫോസ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് സമർപ്പിച്ചത്. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണെന്നും കുഫോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളത്തിൽ എങ്ങനെയാണ് അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ എത്തിയത് എന്നറിയാൻ വിശദമായ രാസപരിശോധന ആവശ്യമാണെന്നും കുഫോസ് റിപ്പോർട്ടിൽ പറയുന്നു. എങ്ങനെയാണ് ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായതെന്ന് അറിയാൻ മത്സ്യങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഫലം ലഭിക്കേണ്ടതുണ്ട്. ചത്ത മത്സ്യങ്ങളിൽ നിന്ന് പുറത്തുവന്നതാകാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ടെന്ന് കുഫോസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചതെന്നും കൂടുതൽ പരിശോധന ആവശ്യമാണെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്നും വെള്ളത്തിലെ ഓക്സിജൻ കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായതെന്നുമാണ് പറഞ്ഞിരുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിന് കാരണമായി പറഞ്ഞത് പാതാളം ബണ്ട് അപ്രതീക്ഷിതമായി തുറന്നു എന്നതായിരുന്നു. പാതാളം ബണ്ടിന്റെ ഷട്ടർ തുറന്നുവിട്ടത് ബണ്ടിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ പെട്ടെന്ന് ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയാൻ കാരണമായതായി കാണുന്നു എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് തങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെ തള്ളിക്കളയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കുഫോസ് പുറത്തുവിട്ടിരിക്കുന്നത്. വെള്ളത്തിൽ എങ്ങനെയാണ് ഈ രാസവസ്തുക്കൾ കലർന്നത് എന്ന അന്വേഷണത്തിനും ഇനി തുടക്കമാകും. നിലവിൽ 4 വകുപ്പുകളാണ് പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ദുരന്തത്തിനിടയാക്കിയ കാരണങ്ങളും മത്സ്യ കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങളും വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. സബ് കളക്ടർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യ കർഷകരിൽ നിന്ന് സബ് കളക്ടർ വിവരശേഖരണം നടത്തിയിരുന്നു. 5 കോടി രൂപയോളം മത്സ്യ കർഷകർക്ക് നഷ്ടമായിട്ടുണ്ടെന്നാണ് കണക്ക്. അതേസമയം തിങ്കളാഴ്ച രാത്രി മുതൽ മീനുകൾ ചത്തുപൊങ്ങി തുടങ്ങിയ കാര്യം ബോർഡിനെ അറിയിച്ചിട്ടും പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് മാത്രമാണ് ബോർഡ് വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തത് എന്ന ആരോപണം കർഷകർ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാസമാലിന്യങ്ങൾ അടക്കം പരിശോധനയിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നും ആരോപണമുണ്ട്. തങ്ങളല്ല കുറ്റക്കാർ എന്നാണ് ജലസേചന വകുപ്പിന്റെ നിലപാടും. ഉച്ചകഴിഞ്ഞ് 3:30 മാത്രമാണ് ഷട്ടർ ഉയർത്തിയതെന്നും മീനുകൾ അതിനു മുൻപ് തന്നെ ചത്തുപൊങ്ങിയിരുന്നു എന്നുമാണ് ജലസേചന വകുപ്പ് പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.